ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫുഡ് ചറ്റിൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ നല്ല പഴുത്തിട്ടുള്ള പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ പഴം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത്രയും തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ഇതൊന്ന് മുട്ടയിലും സേമിയയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം മുട്ടയിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോളിലേക്ക് ആ സേമിയ നന്നായിട്ട് പറ്റി പിടിച്ചോളും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. സംഭവം ഭയങ്കര ഈസി ആണെങ്കിലും കാണാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. അധികം ആർക്കും ഇതുപോലെ നല്ല പഴുത്ത പഴം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കളയണോ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ വേണേൽ കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇപ്പോൾ നോമ്പിന് ഒരു വെറൈറ്റി സ്നാക്കായിട്ട് ട്രൈ ചെയ്യാനും പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്